കുട്ടിക്കാലത്തെ ഒരു കൗതുകമായിരുന്നു മഞ്ചാടി. ചുവന്നു തുടുത്ത മഞ്ചാടി വാരി കളിച്ചിട്ടുണ്ടാവും നമ്മളിൽ പലരും. ഈ ചെടിയിലാണ് മഞ്ചാടി ഉണ്ടാവുന്നത്. പ്രായഭേദമില്ലാതെ കൗതുകമുണ്ടാക്കുന്നതാണ് മഞ്ചാടി മണികൾ. കുട്ടിക്കാലത്തു മഞ്ചാടി മണികൾ പെറുക്കിക്കൂട്ടി സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് ഓർക്കുമ്പോൾ ഒരു സുഖം. പക്ഷേ ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നോക്കുമ്പോൾ നിറം മാറിയതായിട്ട് കാണാം. ഓറഞ്ച് നിറമൊക്കെയായി മാറും. അലങ്കാര വൃക്ഷമായും തണൽ വൃക്ഷമായും ഇത് നടാറുണ്ട്. ആഭരണ നിർമ്മാണത്തിലും ഫർണിച്ചർ ഉണ്ടാക്കാനും വിറകായും ഉപയോഗിക്കാറുണ്ടിത്. കാണാൻ കൗതുകമുള്ളതൊക്കെ രുചിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവുമില്ലാതിരുന്ന കാലത്ത് ഇത് രുചിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലും വിഷാംശമുണ്ട് കേട്ടോ. കുന്നിക്കുരുവിനാണ് വിഷാംശം, ഇതിനില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നുണ്ടെങ്കിലും പച്ചയായ മഞ്ചാടിയിൽ വിഷാംശമുണ്ട്. കട്ടിയായ പുറന്തൊലി ഉള്ളതിനാൽ വിഷാംശം എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടില്ല. അതുകൊണ്ട് മുഴുവനായി വിത്ത് വിഴുങ്ങിയാൽ സാധാരണയായി ഗുരുതര അസുഖങ്ങൾ ഉണ്ടാകാറില്ല. ചവച്ചരച്ച് കഴിച്ചാലോ മൃദുവായ പുതിയ മഞ്ചാടി വിത്തുകൾ കഴിച്ചാലോ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ. എത്ര അളവിൽ കഴിച്ചാലാണ് കുഴപ്പമെന്നൊന്നും കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പലർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടായെന്നും വരില്ല. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളുടെ ശരിയായ ഡൈജഷൻ ആവശ്യമായ കുറേ എൻസൈമുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിലൊന്നാണ് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്സിൻ. ഈ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമിന്റെ ഇൻഹിബിറ്റേഴ്സിന്റെ സാന്നിധ്യമാണ് മഞ്ചാടിയിലെ പ്രധാന കുഴപ്പക്കാരൻ. ഈ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് പ്രോട്ടീന്റെ ദഹനത്തെ തടയുന്നു. എന്നാൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമില്ലെന്നാണ് പറയപ്പെടാറ്. എന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ ഇടിച്ചു പൊട്ടിച്ചു കഴിക്കാറുണ്ടായിരുന്നു, ഒന്നും നോക്കാതെ. ഈ മഞ്ചാടി മരത്തിന്റെ ഇലകൾ പുളിയില പോലെയൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നും. രണ്ടും ഫാമിലി ഒന്നാണ്. ഇവരും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നവരാണ്. പയർ പോലെ ഇരിക്കുന്നതിലാണ് മഞ്ചാടി ഉണ്ടാവുന്നത്. അപ്പോഴേ നമുക്ക് ഊഹിക്കാമല്ലോ ഇതും പയറിൻ്റെയൊക്കെ ഫാമിലിക്കാരാണെന്ന്. പാകമാകുമ്പോൾ ഇത് കറുപ്പ് നിറത്തിലാകും. തോടുണങ്ങി ചുരുണ്ടു പോവുകയും പൊട്ടിത്തെറിച്ച പല ഭാഗത്തേക്കും മഞ്ചാടി മണികൾ ചിതറി വീഴുകയും ചെയ്യും. തൊട്ടടുത്ത് തന്നെ വീണാൽ ശരിക്കും വളരാൻ സാധിക്കില്ലല്ലോ. രക്തത്തുള്ളികൾ പോലെ ചിതറി വീഴുന്ന ഓരോ മഞ്ചാടി കുരുവും ബാല്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഓർമ്മകളാണ്.